ഇവിടുത്തെ പ്രത്യേകത ഫോൺ ഇങ്ങനെ യൂസ് ചെയ്താലും വലിയ സീനൊന്നുമില്ല കേട്ടോ, സേഫ് ആണ്. സ്വീറ്റ്സിന്റെ ഒരു വെറൈറ്റി കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. ഒരുപാട് സ്വീറ്റ്സ് അടുക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി കഞ്ചാവടി കേട്ടോ. അപ്പോൾ നൈറ്റ് ഇതിൻ്റെയൊക്കെ വിഷ്വൽ കാണാം, അടിപൊളിയാണ് കേട്ടോ. ആ ലൈറ്റ് കിട്ടി കഴിയുമ്പോഴത്തേനേ ഇത് അടിപൊളി സ്പോട്ട്. അപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു. വെറൈറ്റി കാഴ്ചയാണ്. നമ്മൾ തത്തമ്മയൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷേ മുയലാണോ എലിയാണോ? എലി ചീട്ടെടുക്കുന്ന ആദ്യമായിട്ടാണ്. കേരള ട്രിപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇവിടെ വന്നേ പിന്നെ ഇപ്പോഴാട്ടോ വീഡിയോ ഇടുന്നത്. 2-3 ദിവസമായി, പക്ഷേ വീഡിയോ ഇടാൻ പറ്റിയ ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ സമയം ഏകദേശം ഉച്ച കഴിഞ്ഞു. നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകാം കേട്ടോ. അന്നപൂർണ്ണ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫുഡ് കഴിക്കുന്ന ഒരു സംഭവമുണ്ട്. നമുക്ക് അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. ഈ റൂട്ടൊക്കെ നൈറ്റ് കാണാൻ അടിപൊളിയാണ് കേട്ടോ. നൈറ്റ് വിഷ്വൽ കാണാൻ നല്ല രസമാണ് ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ട്. ട്രസ്റ്റിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. ഇവിടുത്തെ പ്രത്യേകത ഫോൺ ഇങ്ങനെ യൂസ് ചെയ്താലും വലിയ സീനൊന്നുമില്ല കേട്ടോ, സേഫ് ആണ്. നൈസ് തണുപ്പൊക്കെ കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ചെറിയ ഇടുക്കായുണ്ട്, സൂര്യപ്രകാശം അധികം കടന്നില്ല, അതുകൊണ്ട് നൈസ് തണുപ്പൊക്കെ ഉണ്ട്. എൻ്റെ മേളിൽ എഴുതി തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ പോകാനുള്ള റൂട്ട്. അയ്യോ മോന്തക്കിടിക്കാൻ. ഇത് 2 വഴിയുണ്ട് കേട്ടോ. ലെഫ്റ്റ് സൈഡിലോട്ട് അമ്പലത്തിലോട്ട് പോകുന്നു, മേളിലത്തെ ഉണ്ടോ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. നമുക്കതിൻ്റെ ഉള്ളിൽ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്ത് കാണിക്കാത്തത്. ഇവിടെ ഫുള്ള് ഇതുകൂട്ട് രുദ്രാക്ഷമാല കാര്യങ്ങളുണ്ട്. ഒറിജിനലും ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട് കേട്ടോ. ഇവിടെ കിടക്കുന്ന നമ്മുടെ ഗട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒറിജിനൽ സാധനം കിട്ടും. അതിനൊക്കെ 10,000 രൂപ വില വരുന്നതാണ്. സ്വീറ്റ്സിന്റെ ഒരു വെറൈറ്റി കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. ഒരുപാട് സ്വീറ്റ്സ് അടുക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇടതും വലതും നിറച്ച് കച്ചവടക്കാരുണ്ടോ. പാത്രങ്ങൾ വിൽക്കുന്നു, ഡ്രസ്സുകൾ വിൽക്കുന്നു. അകത്തോട്ട് കയറിയാൽ നല്ല തണുപ്പൊന്നുണ്ടോ. പുറത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് അകത്ത് നിന്ന് പർച്ചേസ് ചെയ്യാം. കാരണം നല്ല തണുപ്പുണ്ട്, ചെറിയ തിരക്ക്. ഈ സമയത്തേക്ക് തിരക്കുണ്ട്. ഇതൊക്കെ വൈകുന്നേരം സമയമാണ് കേട്ടോ. ഈ ഒരു സമയത്ത് തിരക്ക് എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഉച്ചക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കാണ്. പക്ഷേ മിക്കവർക്കും ചിലർക്കൊന്നും അറിയത്തില്ല ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഷോപ്പ് ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ എല്ലാവരും പുറത്തൂടെ വെയിൽ കൊണ്ട് കറങ്ങി നടന്നിട്ട് തിരിച്ചു പോകും. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കാം. ഇതുവഴി പോയി കഴിഞ്ഞാൽ ഗട്ടിലോട്ട് എത്താൻ പറ്റും, പക്ഷെ അതുവഴി പോകുന്നില്ല കേട്ടോ. വീഡിയോ കിടക്കണമെന്ന് നമുക്ക് ഫ്രണ്ട് ഗേറ്റ് വഴി തന്നെ പോകാം. നമുക്ക് വന്ന് കൊടുത്ത് ഒടുവഴിയെല്ലാം പഠിച്ചു. ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണോ. ഇവിടുന്ന് ഉണ്ടാക്കി ഫ്രണ്ടിലേക്ക് കൊണ്ടുവെക്കും. ഇവരുടെ ഒരു പ്രത്യേക ഒരു സ്മെല്ലുണ്ട്. എൻ്റെ പൊന്നോ. ഗംഗയുടെ തീരത്തേക്ക് വന്നിട്ടോ. വൈകുന്നേരങ്ങളിൽ ഇങ്ങോട്ട് വരണം, നല്ലൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ അതിന് നല്ല തണലൊക്കെ വരും, പക്ഷെ നിലത്തിന് നല്ല ചൂടായിരിക്കും കേട്ടോ. ഒരു ടീം ഇവിടെ ഇരുന്ന് ബിസ്ക്കറ്റ് കഴിക്കുന്നു. ഗംഗയുടെ തീരത്ത് കുളിക്കാനുള്ള തിരക്കാണ്ടോ ആൾക്കാർ. വൈകുന്നേരത്തെ ഇവിടുത്തെ കാഴ്ചകൾ ഒരു രക്ഷയില്ല കേട്ടോ. കാരണം വെയിൽ മറഞ്ഞിട്ട് വെയിൽ അങ്ങോട്ടാണ്. അപ്പോൾ അടിപൊളി കാഴ്ചകളായിരിക്കും, നല്ലൊരു കാറ്റും. ഇതിൻ്റെ തീരത്തൊക്കെ വന്നിരിക്കാൻ എന്നെ അടിപൊളിയാണെന്നറിയോ. ഞാനിവിടെ നിക്കറോടെ അലക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കിടപ്പുണ്ട ലക്ഷറി ബോട്ടാണെന്ന് തോന്നുന്നു. ഇതൊരു ഹോട്ടൽ ബേസിലാണ് കേട്ടോ ഈ ബോട്ടുകൾ കൊണ്ടുപോകുന്നത്. അതൊക്കെ നാളെ കണ്ടോ. അവരുടെ യൂണിഫോം ആണത്. അവരുടെ ഹോട്ടലിൽ നിന്നുള്ള ബോട്ടുകളാണ് ഈ പോകുന്നത്. അതിൻ്റെ ഉള്ളിൽ കഞ്ചാവടി കേട്ടോ. അപ്പോൾ നൈറ്റ് ഇതിൻ്റെയൊക്കെ വിഷ്വൽ കാണാം, അടിപൊളിയാണ് കേട്ടോ. ആ ലൈറ്റ് കിട്ടി കഴിയുമ്പോഴത്തേനേ നല്ല ഗോൾഡൻ കളറിൽ നൈസാണ്. ഇവിടുത്തെ ബ്യൂട്ടിഫുൾ വിഷ്വലാണ് കാണാൻ. വൈകുന്നേരം ഇവിടെ വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസാണ്. ബോട്ടിങ് ചെയ്യണം. പക്ഷേ ഞങ്ങൾ ബോട്ടിങ് ചെയ്ത് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. 800 ഒക്കെ കൊടുക്കണം കേട്ടോ. ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. ഇത് 100 റുപ്പി 100 രൂപയുടെയൊക്കെ ഉണ്ട് കേട്ടോ. കാര്യം പറഞ്ഞാൽ വൈകുന്നേരം ഇവിടെ വന്നിരിക്കണം, പ്രത്യേക ഒരു ഫീലാട്ടോ. ഒരു തണലും ഉണ്ട്, നമ്മളിരിക്കുന്നിടത്ത് തണലും, അവിടെ ചെറിയൊരു ഇളം വെയിലും. ബോട്ടൊക്കെ പോകുന്ന കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. വൈകുന്നേരം ആരതിക്കുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം. എല്ലാം നീറ്റാക്കി ക്ലീൻ ആക്കും. വൈകുന്നേരം 6 മണി 6:30 ആകുമ്പോഴത്തേനും ആരതി തുടങ്ങും കേട്ടോ. ഇതൊക്കെ ആരതിക്ക് ഇരിക്കാൻ വേണ്ടിയാണോ. ഇപ്പോഴേ ആൾക്കാർ ഇരുന്ന് തുടങ്ങും, ഇല്ലാന്നുണ്ടെങ്കിൽ സീറ്റ് കിട്ടില്ല. ഇതൊക്കെ ഒറിജിനൽ കോരികളാട്ടോ. കോരികൾ ഒറിജിനൽ. രുദ്രാക്ഷസിന്റെ ഒറിജിനൽ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ളവരുടെ അടുത്ത് നിന്ന് മേടിച്ചിട്ടേ കാര്യമുള്ളൂ കേട്ടോ. കാരണം മാർക്കറ്റിലുള്ളവരുടെ അടുത്ത് മേടിച്ചിട്ട് കാര്യമില്ല, അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. ഇവർ ഒറിജിനൽ കാ പൊട്ടിച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ. ആ കാ നമുക്ക് നമ്മുടെ മുന്നിൽ വെച്ച് കാണിച്ചു തരും. നൈസാണ്. അത് മേടിക്കുകയാണെങ്കിൽ നല്ല റേറ്റ് ആവും, പക്ഷെ ഒറിജിനൽ സാധനമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഒറിജിനൽ രുദ്രാക്ഷം. ഒറിജിനലാ. റേറ്റ് എന്നാ കിത്തന റേറ്റ് കിത്തന പ്രൈസ് കിത്തന 30 रुपया, ये 20. ഓ 30. ശരി. ഇരുമുഖം. ഇത് ഇരുമുഖം അല്ലേ. ശിവനും പാർവതി. കിത്തന മുഖം. 150. ആരതിയോട് അടുക്കാറാകുമ്പോഴത്തേനും ഇവിടുത്തെ അന്തരീക്ഷം ഒരു പ്രത്യേക ഫീലിലാട്ടോ. നൈസ് ഒരു പീസ് മൊമെൻ്റ് ആട്ടോ. ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാനും ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് വെറുതെ ദൂരത്തേക്ക് നോക്കി നിൽപ്പുണ്ട്. ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ്, ഒരു ശാന്തതയാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കിട്ടുന്നത്. ഇവിടെ മലയാളം എഴുതി വെച്ചിരിക്കുന്നു കേട്ടോ.
മലയാളമുണ്ട്, തമിഴുണ്ട്. കാശിയുടെ വേറൊരു മുഖം കാണാം കേട്ടോ, ഈ വളഞ്ഞിരിക്കുന്ന ഈ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേനും. ഇതൊരു അടിപൊളി സ്പോട്ടല്ലേ. ഞാൻ ഘട്ടുകൾ ഇങ്ങനെ മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതുവഴി പോകുന്നപ്പോൾ കണ്ടതാ കേട്ടോ. അന്നേരം നൈസായിട്ട് ഇങ്ങോട്ട് കയറിയത്. അടിപൊളി സ്പോട്ട്. അപ്പോൾ നിങ്ങളെ കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇത് അമ്പലത്തിൻ്റെ ഏതൊരു ഭാഗമാണ് കേട്ടോ, നേരത്തെ ഇപ്പോഴത്തെ അല്ല, കറക്റ്റ് എനിക്കറിയില്ല. അതിൻ്റെ മുകളിലേക്ക് ദർശനത്തിനൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കയറി വന്നു. മുകളിലേക്ക് കയറി വരുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ. നോക്കി, നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് കാണുന്ന വഴിയാണ് കേട്ടോ. അവിടെ നിന്ന് കയറി വരുമ്പോൾ ഇവിടെ എത്തും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാശിയുടെ ടോപ്പ് വ്യൂ കാണാം. അടിപൊളി ഒരു വ്യൂ പോയിന്റ് കേട്ടോ. ഇതെന്തോ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ചെക്കിംഗ് അല്ല, ജസ്റ്റ് സെക്യൂരിറ്റി ഇരിപ്പുണ്ട്. മുകളിലേക്ക് ആൾക്കാർ കയറി വരുമ്പോഴത്തേന് എൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. ഇവിടെ ഒന്ന് വ്യൂ കാണാൻ അടിപൊളിയാണ് കേട്ടോ. അയ്യവാ, പക്ഷെ അങ്ങ് അറ്റത്തൊന്നും കിട്ടത്തില്ല കേട്ടോ. ഇത് ഈ സംഭവം നിൽക്കുന്നുണ്ട്. അവിടുത്തെ വ്യൂ കിട്ടണമെങ്കിൽ നമ്മളിങ്ങോട്ട് തന്നെ പോകണം. അവിടെ നമ്മുടെ മൃതശരീരങ്ങൾ കത്തിക്കുന്ന സ്ഥലമാണ് കേട്ടോ. മൃതശരീരങ്ങൾ കത്തിക്കുന്ന സ്ഥലമാണ് കാണുന്നത്. ഇവിടെ SBIയുടെയും കാനറ ബാങ്കിൻ്റെ HDFCയുടെ ഒക്കെ ശാഖകളുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ തന്നെ. അതുകൊണ്ട് ട്രാൻസാക്ഷനും പേയ്മെൻറ്റിനൊക്കെ എളുപ്പമുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കടന്നു നോക്കാം. മറ്റേ താജ്മഹലിൻ്റെ ഉള്ളിൽ കിടക്കുന്നവർ. ഇവിടെ സെക്യൂരിറ്റി ഇരിപ്പുണ്ട് കേട്ടോ. ഈ മേളിലത്തെ ടോപ്പ് വ്യൂവിൽ മൊത്തം സെക്യൂരിറ്റി ഉണ്ട്. ഓ, ഇത് താഴേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇതിന് ഇങ്ങനെ റോക്കറ്റ് ഭയ്യാ ക്യാ ഹേ? ലളിത ഗാർഡ്. ഓ, അത് ലളിത ഗാർഡാന്ന് കേട്ടോ ഭായി പറഞ്ഞ ഈ പൊങ്ങി നിൽക്കുന്ന സാധനങ്ങൾ. ഒരിടത്ത് നിന്ന് കഴിഞ്ഞാൽ ഫോട്ടോ, വേറൊരിടത്ത് നിന്ന് കഴിഞ്ഞാൽ ബോട്ടിങ്. ഇത് തന്നെ പരിപാടി. ഉറങ്ങാൻ നടക്കല. മൃതദേഹങ്ങൾ കത്തിയിരുന്ന് കണ്ടാ ഞങ്ങൾ നോക്കുമ്പോഴത്തേനും ഒരു കാലതിനകത്തേക്ക് പിഞ്ഞ് വീണ് കേട്ടോ. ആരതി നടക്കുന്നുണ്ടോ? നമുക്ക് അവിടെ പോയി കുറച്ച് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാം കേട്ടോ. മൂഞ്ചി ഇതെല്ലാവരും ആരതിക്ക് വേണ്ടി നിൽക്കുന്ന കേട്ടോ. അങ്ങോട്ട് കടക്കാൻ പോലും പറ്റത്തില്ല. ഭയങ്കര ആൾക്കാരായി പോയി. കുറച്ചുകൂടെ നേരത്തെ വരേണ്ടതായിരുന്നു. ആ കാണുന്ന കേട്ടോ ആരതി. നിങ്ങൾക്ക് ക്യാമറ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയാൻ പാടില്ല. അയ്യോ, കണ്ടോ അവിടെ നിറച്ച ആൾക്കാർ. അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. വെറൈറ്റി കാഴ്ചയാണ് കേട്ടോ. നമ്മൾ തത്തമ്മയൊക്കെ എടുക്കുന്ന കേട്ടിട്ടുണ്ട്. പക്ഷേ മുയലാണോ എലിയാണോ? എലി ചീട്ടെടുക്കുന്ന ആദ്യമായിട്ടോ. ചീട്ടെടുക്കുമോ ഇത്? ബോട്ടിലൊക്കെ കയറിയിട്ടോ ആരതി കാണുന്നത്. കാരണം അത്രയും തിരക്കാ. ബോട്ടിലേക്ക് ആൾക്കാരെ മാറ്റി അവിടെ നിന്നുള്ള വ്യൂ അതിന് സെപ്പറേറ്റ് പൈസ കൊടുക്കണ്ടോ ബോട്ടിൽ കയറി ആരതി കാണുന്നതിന്. നിറച്ച ആളുകളാണോ. എന്താ ആളുകളല്ലേ ബോട്ട് മൊത്തം. സീന്. വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. കണ്ടിന്യൂസ് ഒരുപാട് എടുക്കാനൊന്നും പറ്റിയില്ല. അതെ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ നാളെ വാരണാസിയിൽ നമ്മളിനി ഡൽഹിക്ക് പോകുന്നതായിരിക്കും. എങ്ങനെയാണെന്ന് അറിയത്തില്ല, പ്ലാനൊന്നുമില്ല. നാളെ എന്ത് തീരുമാനിക്കുന്നു അത് ചെയ്യുന്നു എന്നുള്ള രീതിക്ക് നമ്മൾ പോകുന്നത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഇൻസ്റ്റയിലേക്ക് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമ്മുടെ പ്രൊഡക്റ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കാം. ഓക്കെ, ബൈ.